ബിർള നിർമ്മിച്ചിട്ടുള്ള അമ്പലമാണ് ബിർള ടെമ്പിൾ. ഇന്ത്യയിലെ ഡൽഹിയിലും കൊൽക്കത്തയിലും ഇതുപോലെ ബിർള അമ്പലമുണ്ട്. അതിമനോഹരമായ ഒരു മലക്ക് മുകളിലാണ് ബിർള അമ്പലമുള്ളത്. ഞങ്ങൾക്കറിയാമായിരുന്നു 9 മണിക്ക് ബിർള മന്ദിർ അടക്കുമെന്ന്. വളരെ വേഗം എല്ലാ ക്ഷീണവും മറന്നുകൊണ്ട് ഞങ്ങൾ ബിർള അമ്പലത്തിലേക്കുള്ള ചവിട്ടുപടികൾ ഓടിക്കയറി. വളരെ തടിയുണ്ടായിരുന്ന അലിയസൻ പോലും ഇത് ഓടിക്കയറുന്നത് കാണാൻ അതിമനോഹരമായിരുന്നു. പല ആളുകളും കിതപ്പും വിശപ്പും വകവെക്കാതെ മുകളിലെത്തിയതിന് ശേഷമാണ് നിന്നത്. മലക്ക് മുകളിൽ മുഴുവൻ മാർബിളിൽ കൊത്തിയെടുത്ത അതിമനോഹരമായ ശൈലിയിലുള്ള അമ്പലം ഒരു ശില്പചാരുത തന്നെയാണ്. മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ലുംബിനി പാർക്കും ഹുസൈൻ സാഗർ തടാകവും അതിന് നടുവിലുള്ള സ്റ്റാച്യുവും അതിമനോഹരമായി കാണാൻ സാധിക്കും. ബിർള അമ്പലം കണ്ടതിന് ശേഷം ഞങ്ങൾ താഴോട്ടിറങ്ങാൻ തുടങ്ങി. ഇറക്കത്തിൻ്റെ ചുറ്റുഭാഗത്തും മാല, വള തുടങ്ങിയ കച്ചവടക്കാരുണ്ടായിരുന്നു. പല ആളുകളും അറിയുന്ന ഹിന്ദിയിൽ അവരോട് സംസാരിച്ചു. ചിലതൊക്കെ വാങ്ങി ഞങ്ങൾ റോട്ടിലേക്കെത്തി. അപ്പോഴേക്കും വിശപ്പ് ഞങ്ങളെ തേടിയെത്തിയിരുന്നു. പല ആളുകളും അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ പല ആളുകളും റൂമിലേക്ക് ലക്ഷ്യമാക്കി പോകേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞു. ബസ്സിൽ കയറി റൂമിലെത്തി. എല്ലാ ക്ഷീണവും മറന്ന് എല്ലാവരും ഒരുമിച്ച് ഒരുമയോടെ കിടന്നുറങ്ങി. ഞങ്ങളുടെ ഓരോ റൂമിലും 10 പേരുണ്ടായിരുന്നു. 6 ഗ്രൂപ്പുകളാക്കി തിരിച്ച ക്യാമ്പിന് ഓരോ ലീഡർമാരുണ്ടായിരുന്നു. രാത്രി ഉറങ്ങുമ്പോൾ 3 ഗ്രൂപ്പുകാർ ആക്കി മാറ്റിയിരുന്നു. ഓരോ ഗ്രൂപ്പിനും അവിടെയുമുണ്ടായിരുന്നു ഓരോ ലീഡർമാർ. ഇത് വളരെ പെട്ടെന്ന് കുളിക്കുന്നതിനും തയ്യാറാകുന്നതിനും തെല്ലൊന്നുമല്ല സഹായിച്ചത്. എല്ലാവരും ഉറങ്ങി. രാത്രി 12 മണിയായപ്പോൾ ഒരു പോലീസുകാരൻ വന്ന് വാതിലിൽ മുട്ടി. 2 റൂമിൽ നിന്നും അറിയാവുന്ന ഹിന്ദിയിൽ പലതും പറഞ്ഞു. ഒന്നും മനസ്സിലാകാത്ത പോലീസുകാരൻ 3ാമത്തെ റൂമിലേക്ക് വന്നു. അവിടെയും മുട്ടി. അദ്ദേഹം അമ്പരന്നിരുന്നു. വല്ല തീവ്രവാദികളുമാണോ എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ അടുത്തു വന്നു. നല്ല ഉറക്കവും ക്ഷീണമുണ്ടെങ്കിലും പോലീസുകാരനായതുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ അദ്ദേഹത്തിനോട് അറിയാവുന്ന ഇംഗ്ലീഷിലും ഹിന്ദിയിലുമെല്ലാം പറഞ്ഞു മനസ്സിലാക്കി. അദ്ദേഹം പൂർണ്ണ തൃപ്തിയോടെ ഞങ്ങളോട് ഉറങ്ങാൻ പറഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിരാവിലെ എഴുന്നേറ്റു. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും കുളിച്ചൊരുങ്ങിയിരുന്നു. 6 മണിക്ക് ഞങ്ങൾക്ക് പോകേണ്ടതുണ്ടെന്ന് തലേന്ന് തന്നെ തീരുമാനിച്ചിരുന്നു. 6 മണിക്ക് മുന്നേ തന്നെ എല്ലാവരും വൃത്തിയോടെ കുളിച്ചു താഴെ ഇറങ്ങി. ഞങ്ങൾക്ക് പോകേണ്ടത് ഇന്ത്യയിലെ തന്നെ അത്ഭുതമായ രാമോജി ഫിലിം സിറ്റിയിലേക്കായിരുന്നു. ഉടനെ തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ബസ് കിട്ടി. രാമോജി ഫിലിം സിറ്റിയിലേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ടതുണ്ടായിരുന്നു. ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഒരു തട്ടുകടയിൽ നിന്ന് പൂരിയും ബാജിയും കഴിച്ചു. വില വളരെ കുറവായതുകൊണ്ട് എല്ലാവർക്കും സന്തോഷം തോന്നി. ഒരുപാട് പൂരിയും ഒരുപാട് ബാജിയും കഴിച്ച് ഞങ്ങൾ ഒരു ജീപ്പ് വിളിച്ചു. രാമോജി ഫിലിം സിറ്റി ലക്ഷ്യമാക്കി നീങ്ങി. അല്പസമയത്തിന് ശേഷം ഞങ്ങൾ രാമോജി ഫിലിം സിറ്റിയിലെത്തി. അതിമനോഹരമായ ഫിലിം സിറ്റിയുടെ കവാടം പുറത്തു നിന്ന് തന്നെ കാണാമായിരുന്നു. ഫിലിം സിറ്റിയുടെ ബോർഡ് കണ്ടപ്പോഴേക്കും ആഹ്ലാദം എല്ലാവരിലും ഉടലെടുത്തു. ജീപ്പ് നിർത്തി ഞങ്ങൾ ഇറങ്ങി. ഫിലിം സിറ്റിയുടെ പുറത്തു പോയി ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിന്നു. എല്ലാവർക്കും ടിക്കറ്റ് ലഭിച്ചു. ടിക്കറ്റിൻ്റെ കൂടെ തന്നെ ഒരു സ്ലിപ്പും ലഭിച്ചു. ആ സ്ലിപ്പ് എല്ലാവരും പോക്കറ്റിൽ മേൽ പതിക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ യാത്രാ അംഗങ്ങളെല്ലാം അവരുടെ ബാഡ്ജിൻ്റെ പിന്നിലായിരുന്നു പതിച്ചത്. പരിശോധനകൾക്ക് ശേഷം ഞങ്ങളെ അകത്തേക്ക് കയറ്റി. ഫിലിം സിറ്റിയുടെ തന്നെ ബസ് അവിടെ മുന്നിൽ കിടപ്പുണ്ടായിരുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും ഒരു ബസ്സിൽ പോകേണ്ടതുകൊണ്ട് അല്പം ആളുകളെ ഞങ്ങൾ കടത്തിവിട്ടു. പിന്നെ എല്ലാവരും ഒരേ ബസ്സിൽ തന്നെ കയറി ഫിലിം സിറ്റിയുടെ അകത്തേക്ക് അവരുടെ ബസ്സിൽ തന്നെ കൊണ്ടുപോയി. ഫിലിം സിറ്റിയിലെത്തിയപ്പോൾ അവിടെ അതിൻ്റെ ഓപ്പണിംഗ് സെറിമണി എന്ന പരിപാടി തുടങ്ങുമെന്ന് അനൗൺസ് കേട്ടു. ഞങ്ങളെല്ലാവരും അത് കാണുവാൻ ഒരുമിച്ചു. പിന്നീട് എല്ലാവരോടും വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്ക് ഒരുമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ ആരും കൂട്ടം വിട്ടുപോകാൻ തയ്യാറായില്ല. ഭാഷ അവിടെയും വില്ലനാകുകയായിരുന്നു. ഞങ്ങൾ മറ്റൊരു മനോഹരമായ ബസ്സിലേക്ക് മാറിക്കയറി. ബസ്സിലൂടെയുള്ള
യാത്ര ഞങ്ങൾ അവിസ്മരണീയമാക്കി. ഫിലിം സിറ്റി ഒരു അത്ഭുത ലോകമായി ഞങ്ങൾക്ക് തോന്നി. ഇന്ത്യയിലെയും ലോകത്തിലുമുള്ള എല്ലാ മനോഹര സ്തൂപങ്ങളും ബിൽഡിങ്ങുകളും അവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. പലതും ഹാർഡ് ബോർഡ് കൊണ്ടാണ് നിർമ്മിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. ഇന്ത്യയിലെ പല വിമാനത്താവളങ്ങളും റോഡുകളും എല്ലാം അവിടെയുണ്ടായിരുന്നു. പല സിനിമയുടെ ഷൂട്ടിങ്ങും അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം അവിസ്മരണീയമായാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഓരോ പോയിന്റിലും ബസ്സിൽ നിന്ന് ഞങ്ങളെ ഇറക്കുമായിരുന്നു. പകരം വേറെ ബസ് ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം അവിടെ കിടപ്പുമുണ്ടായിരുന്നു. മാറി മാറി ബസ്സുകൾ കയറി ഓരോ പോയിന്റും ഞങ്ങൾ ദർശിച്ചു. അതിമനോഹരമായ ടെന്റ് ഞങ്ങൾക്ക് ദർശിക്കാൻ സാധിച്ചു. സിനിമയുടെ യാഥാർത്ഥ്യം ഞങ്ങൾ കണ്ടു മനസ്സിലാക്കുകയായിരുന്നു. എങ്ങനെ ഒരു സിനിമ നിർമ്മിക്കപ്പെടുന്നു എന്ന് വളരെ വ്യക്തമായി ഞങ്ങളെ പഠിപ്പിച്ചു തരുകയായിരുന്നു. ഇനി സിനിമ കാണില്ലെന്ന് പലരും പ്രതിജ്ഞ ചെയ്തു. അതിമനോഹരമായ പാർക്കിൽ നിന്ന് ഞങ്ങൾക്ക് വിട പറയേണ്ടതുണ്ടായിരുന്നു. പലരും ഭക്ഷണം കഴിച്ചിരുന്നു. പക്ഷേ പലർക്കും അന്നും വിശപ്പുണ്ടായില്ല എന്നത് ഒരു അത്ഭുതം തന്നെയാണ്. വൈകുന്നേരം എല്ലാവരും ഒത്തുകൂടി. തിരിച്ചു പോകാൻ ആർക്കും മനസ്സുണ്ടായിരുന്നില്ല. പക്ഷേ ഈ തലേന്ന് കാണാൻ സാധിക്കാത്ത ലേസർ ലൈറ്റ് ആൻഡ് ഷോ ഇന്നതെങ്കിലും കാണണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു. അമേരിക്കയിലെ വൈറ്റ് ഹൗസിലും ബ്രിട്ടനിലും പോയ പ്രതീതി ഞങ്ങൾക്ക് തോന്നിയെന്ന് ഓരോ യാത്രാ അംഗങ്ങളും പറയുകയുണ്ടായി. കാരണം ലണ്ടൻ ടൗണും വൈറ്റ് ഹൗസും താജ്മഹലും എല്ലാം അവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മായാലോകത്തിൽ നിന്ന് യഥാർത്ഥ ലോകത്തിലേക്കുള്ള യാത്രയായി ഞങ്ങൾക്കത് തോന്നി. ഞങ്ങൾ റാമോജിയിൽ നിന്നിറങ്ങി തിരിച്ച് ബസ്സിൽ കയറി ഹൈദരാബാദ് സിറ്റി ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ഇരുട്ട് പരക്കുന്നുണ്ടായിരുന്നു. 7:30 മണിക്ക് തുടങ്ങുന്ന ലൈറ്റ് ആൻഡ് ഷോ കിട്ടുമോ എന്ന ഭയം ഞങ്ങളിലെല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ബസ് സിറ്റിയിലെ തിരക്കിനിടയിലൂടെ പോകുകയാണ്. പല ആളുകളും പരസ്പരം പിറുപിറുക്കുന്നുണ്ടായിരുന്നു ബസ്സിൻ്റെ സ്പീഡ് കുറവിനെക്കുറിച്ച്. അതിനിടയിൽ ഒരു പോക്കറ്റടി നടന്നു. അപ്പോൾ ഒരു യാത്രാംഗത്തിൻ്റെ കമാൻഡ്, പോക്കറ്റടി ഇവിടെയുമോ? എല്ലാവരും ബസ്സിലുള്ള യാത്ര ആസ്വദിച്ചു. ഞങ്ങൾ ലുംബിനി പാർക്കിൽ എത്തിച്ചേർന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ തുടങ്ങിയിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിരുന്നു. വളരെ വേഗം തന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. അതിമനോഹരമായ ലുംബിനി പാർക്കിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. മനോഹരം എന്ന് അതിന് പറഞ്ഞാൽ പോരാ എന്ന് പലരും പറഞ്ഞു. ഹൈദരാബാദിൻ്റെ ചരിത്രം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ ഞങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചു. ചരിത്രം പല രീതിയിലും വളച്ചൊടിച്ചിട്ടുണ്ടെന്ന് പലരും അഭിപ്രായപ്പെട്ടു. അതിമനോഹരമായ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയ്ക്ക് ശേഷം ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു. നല്ല ക്ഷീണമുണ്ടെങ്കിലും എല്ലാവരും അന്നത്തെ ദിവസത്തെ വിലയിരുത്തുന്നതിന് വേണ്ടി ഒരു റൂമിൽ തന്നെ ഒരുമിച്ച് കൂടി. എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളും അവരുടെ എല്ലാ ബാധ്യതകളും തീർത്തു. പരസ്പരം ചർച്ചകൾ ചെയ്തു. പോരായ്മകൾ പരിഹരിക്കാനും നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും നേതൃത്വം തയ്യാറായി. അതിമനോഹരമെന്ന് പലരും അഭിപ്രായം പറയുകയുണ്ടായിരുന്നു. പ്രോത്സാഹനങ്ങൾ മനോഹരമായിരുന്നു. അല്പം വഴുകി നടന്ന പലരെയും പലരും ഉപദേശിക്കുകയും ചെയ്തു. നേരം പുലർന്നു. ഞങ്ങൾക്ക് പോകേണ്ട ലക്ഷ്യസ്ഥാനങ്ങളെക്കുറിച്ച് രാവിലെ തന്നെ നിർദ്ദേശങ്ങൾ ലഭ്യമായിരുന്നു. എല്ലാവരും തയ്യാറായി പുറത്തിറങ്ങി. ഞങ്ങൾക്ക് പോകേണ്ടത് സാലാർ ജംഗ് മ്യൂസിയത്തിലേക്കായിരുന്നു. പക്ഷേ സാലാർ ജംഗ് മ്യൂസിയം 10 മണിക്കേ തുറക്കുകയുള്ളൂ. 2 മണിക്കൂർ ഞങ്ങളുടെ കൈവശം ഉള്ളതുകൊണ്ട് സിറ്റി ഒന്ന് നടന്നു കാണാൻ തീരുമാനിച്ചു. ഞങ്ങൾ ആദ്യം പോയത് പുരാനി പുൽ എന്ന പഴയ പാലത്തിൻ്റെ അടുത്തേക്കാണ്. പിന്നീട് ഞങ്ങൾ ഹൈദരാബാദിലെ ആന്ധ്രാപ്രദേശ് ഹൈക്കോർട്ട് കണ്ടു. അതിമനോഹരമായ ഉസ്മാനിയ ഹോസ്പിറ്റൽ ഹൈദരാബാദിന് സൗന്ദര്യമേകുന്നതായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ഉസ്മാനിയ ആശുപത്രിയുടെ രൂപകൽപ്പന മുഗൾ വാസ്തുശില്പകലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായി ഞങ്ങൾക്ക് തോന്നി. ഉസ്മാനിയ ആസ്പത്രിയും ഹൈക്കോർട്ടിൻ്റെയും ഇടയിലൂടെ ഞങ്ങൾ നടന്നു. നദി വറ്റുവരണ്ട് കിടക്കുകയുണ്ടായിരുന്നു. അഴുകിക്കിടക്കുന്ന നദി കണ്ട്
യാത്രാ അംഗങ്ങൾക്ക് ദുഃഖം തോന്നി. ഞങ്ങൾ സാലാർ ജംഗ് മ്യൂസിയത്തിലെത്തി. നൈസാമിൻ്റെ കാലത്ത് തന്നെ പണി കഴിപ്പിച്ചിരുന്ന സാലാർ ജംഗ് മ്യൂസിയം ലോകത്തെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മ്യൂസിയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് മ്യൂസിയമായിട്ടാണ് സാലാർ ജംഗ് മ്യൂസിയം അറിയപ്പെടുന്നത്. നവാബ് തുറാബ് അലി ഖാൻ്റെ കാലത്താണ് സാലാർ ജംഗ് മ്യൂസിയം തുടങ്ങിയത്. നവാബ് തുറാബ് അലി ഖാൻ പിന്നീട് ഹൈദരാബാദ് സ്റ്റേറ്റിൻ്റെ പ്രൈം മിനിസ്റ്ററായി. അദ്ദേഹം യൂറോപ്പിലും ഇംഗ്ലണ്ടിലും പോയപ്പോൾ കൊണ്ടുവന്ന ഒരുപാട് കളക്ഷനുകൾ സാലാർ ജംഗ് മ്യൂസിയത്തിലുണ്ടായിരുന്നു. റബാക്കയുടെ സ്റ്റാച്ചു 1876 റോമിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. സാലാർ ജംഗ് മൂന്നാമനായിരുന്ന മിസ്റ്റർ യൂസുഫ് അലി ഖാനാണ് ഈ മ്യൂസിയത്തെ മനോഹരമാക്കുന്നതിൽ കൂടുതൽ ഇടപെട്ടത്. 43,000 ആർട്ടുകളും 50,000 ബുക്കുകളും 38 റൂമുകളിലുമായി കിടക്കുന്ന ഈ മ്യൂസിയത്തിൻ്റെ ബിൽഡിംഗ് പഴയ കൊട്ടാരമായിരുന്നു. ജപ്പാനിലെയും ചൈനയിലെയും യൂറോപ്പിലെയും കളക്ഷനുകൾ അതിമനോഹരമാക്കുന്നുണ്ട്. വർഷങ്ങളിൽ ചില സമയത്ത് നടക്കുന്ന മ്യൂസിയത്തിലെ പരിപാടികളെക്കുറിച്ച് പത്രങ്ങളിൽ റിപ്പോർട്ട് നൽകാറുണ്ടെന്ന് അവിടെയുള്ള ഓഫീസർ ഞങ്ങളോട് പറയുകയുണ്ടായി. ആ സമയത്ത് മാത്രം കാണിക്കുന്ന ചില വസ്തുക്കളും അതിനുള്ളിലുണ്ടെന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. സാലാർ ജംഗ് മ്യൂസിയം കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് ഹൈദരാബാദ് ബിരിയാണിയെക്കുറിച്ച് ഓർമ്മ വന്നു. ഞങ്ങൾ മ്യൂസിയത്തിൽ നിന്നിറങ്ങി. ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ അവിടെ ലോക്കർ റൂമിൽ കൊടുത്ത് ഏൽപ്പിച്ചിരുന്നു. അതെല്ലാം തിരികെ വാങ്ങി ഞങ്ങൾ തിരിച്ചു നടന്നു. അപ്പോഴും അവിടെ തോക്കു ചൂണ്ടി പോലീസുകാർ ഞങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. വളരെ കഠിനമായ സെക്യൂരിറ്റിക്ക് നടുവിലാണ് സാലാർ ജംഗ് മ്യൂസിയം നിലകൊള്ളുന്നത്. ഒരുപാട് സമയത്തെ പരിശോധനയ്ക്ക് ശേഷമാണ് മ്യൂസിയത്തിനകത്തേക്ക് കയറ്റിയത് എന്നുള്ളതിൽ യാത്രാ അംഗങ്ങൾക്ക് വിഷമമുണ്ടായിരുന്നു. ഞങ്ങൾ ഹൈദരാബാദ് ബിരിയാണി അന്വേഷിക്കുകയായിരുന്നു. ഹൈദരാബാദ് ബിരിയാണി ഏറ്റവും നന്നായിട്ട് ഹൈദരാബാദിൽ വിതരണം ചെയ്യുന്നത് പാരഡൈസ് ഹോട്ടലാണെന്ന് ഞങ്ങൾക്ക് വിവരം ലഭിച്ചു. സെക്കന്ദരാബാദിനടുത്ത് കിടക്കുന്ന പാരഡൈസ് ഹോട്ടലിൽ എത്തിച്ചേരാനുള്ള വഴി അന്വേഷിച്ചു ഞങ്ങൾ നടപ്പായി. നല്ല വെയിലുണ്ടെങ്കിലും അതൊന്നും യാത്രാ അംഗങ്ങൾക്ക് പ്രശ്നം തോന്നിച്ചില്ല. ഞങ്ങൾ ബസ്സിൽ കയറി പാരഡൈസ് ഹോട്ടലിലേക്ക് പോകാൻ ശ്രമം നടത്തി. പക്ഷേ അങ്ങോട്ടുള്ള ബസ് യാത്ര ദുഷ്കരമാണെന്ന് പറഞ്ഞതുകൊണ്ട് ബസ്സിൽ നിന്നിറങ്ങുകയും 5 ഓട്ടോ വിളിച്ച് പോവുകയും ചെയ്തു. ഒരു ഓട്ടോയിൽ 6-7 പേരെ സിറ്റിയിലൂടെ കൊണ്ടുപോകുന്നത് കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര രസം തോന്നി. പല പോലീസുകാരും നോക്കി നിൽക്കെയാണ് സിറ്റിക്കകത്ത് നടക്കുന്ന ട്രാഫിക് ലംഘനം. ഞങ്ങൾ പാരഡൈസ് ഹോട്ടലിലെത്തി. പാരഡൈസ് ഹോട്ടലിനകത്തേക്ക് കയറി ഹൈദരാബാദ് ബിരിയാണി ഓർഡർ ചെയ്തു. ഒരു ബിരിയാണി 4 പേർക്ക് തിന്നാമെന്നാണ് അവർ ഞങ്ങളെ അറിയിച്ചത്. അതിമനോഹരമായ ഹൈദരാബാദ് രുചി ഞങ്ങൾക്ക് കുളിർമയേകി. എല്ലാവരും വയറ് നിറയെ ഭക്ഷണം കഴിച്ചു പുറത്തിറങ്ങി. അന്ന് വൈകുന്നേരം വരെ എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് ഹൈദരാബാദ് ബിരിയാണിയുടെ രുചിയായിരുന്നു. ഞങ്ങൾ പാരഡൈസ് ഹോട്ടലിൽ നിന്നും മാർക്കറ്റിലേക്ക് ഇറങ്ങി. അബിഡ്സും നാമ്പള്ളിയും എല്ലാം കറങ്ങിക്കണ്ട് കിട്ടാവുന്ന സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ 5 മണിക്കുള്ള ചാർമിനാർ എക്സ്പ്രസ് ലക്ഷ്യമാക്കി റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു. റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ അമിതാഭ് ബച്ചൻ്റെ സാദൃശ്യമുള്ള ഒരു വ്യക്തിയെ ഞങ്ങൾ കണ്ടുമുട്ടി. ഞങ്ങൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തു. അമിതാഭ് ബച്ചനും അദ്ദേഹവും ഒരേ മാതിരി തോന്നിയപ്പോൾ നാട്ടിൽ വന്ന് ഞങ്ങൾ അമിതാഭ് ബച്ചൻ്റെ കൂടെ ഫോട്ടോ എടുത്ത് എന്ന് തട്ടിവിടാമെന്നും പറഞ്ഞു. ഞങ്ങൾ ട്രെയിനിൽ കയറി. ചെന്നൈ ലക്ഷ്യമാക്കിയുള്ള യാത്രയായിരുന്നു. രാവിലെ 11 മണിയോടെ ചെന്നൈയിലിറങ്ങി. ചെന്നൈയിൽ നിന്ന് തിരിച്ചു പോരാനുള്ള ട്രെയിൻ 5 മണിക്കായതിനാൽ അല്പസമയം ചെന്നൈയിൽ കറങ്ങാൻ തീരുമാനിച്ചു. ഞങ്ങൾ മെറീന ബീച്ച് ലക്ഷ്യമാക്കി നീങ്ങി. അതിനിടയിൽ ഭക്ഷണവും കഴിച്ചു. അതിമനോഹരമായ മെറീന ബീച്ചും
നിയമസഭയും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. പുതുതായി നിർമ്മിക്കപ്പെട്ട നിയമസഭ അതിമനോഹരം തന്നെ. വിശാല